ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ഷംസി ഫോർ ടെക്. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗായ്സ്, അതിന്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടെ വരുന്നുണ്ട്. ശ്രദ്ധിച്ച് കാണുന്ന ഒരു വീഡിയോ, എന്നിട്ട് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റും ചെയ്യണം. ഇത് പ്രാബല്യത്തിൽ വരാൻ പോവാണ് ഈ ഒരു അപ്ഡേറ്റ്. ഇത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ലൈക്ക് വളരെ കുറവാണ്. എന്താണ് മനസ്സിലായിട്ടില്ല, എന്താ കാരണങ്ങളൊന്നും മനസ്സിലായില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ടെക് ചാനലിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന അവതരണത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ വീഡിയോ അധികം ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. പോക്കോന്റെ C85 5G ഇറങ്ങാൻ പോവുകയാണ്. ഇന്ത്യയിലാണ് ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇത് നല്ലൊരു ചിപ്സെറ്റും കൂടെയാണ്. മീഡിയടെക്കിന്റെ ഡിമെൻസിറ്റി 6300 ചിപ്സെറ്റ്, പിന്നെ 6.9 ഇഞ്ചിന്റെ ഡിസ്പ്ലേ, LCD ഡിസ്പ്ലേ ആണ്, 120 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ്, 6000 mAh ബാറ്ററി, പിന്നെ 33 വാട്ട്സിന്റെ ചാർജിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇത് ഫ്ലിപ്കാർട്ടിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. പോയിട്ട് റെൻറ്റേഴ്സ് ഒക്കെ ഇടുന്നുണ്ട്. പോയിട്ട് കാണാം. ഇഷ്ടപ്പെട്ട ആൾക്കാർ പോയിട്ട് മേടിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത്. OnePlus 11 പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. ആൻഡ്രോയിഡിൻ്റെ 16 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത്. അതേപോലെ തന്നെ ഓക്സിജൻ OSന്റെയും 16ന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത്. അതും പോരാണ്ട് OnePlus 12നും 13നും ആൻഡ്രോയിഡ് 16ന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ഓക്സിജൻ OSന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും വരുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ 3 റേഞ്ചിലുള്ള സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത്. മോട്ടറോളൻ്റെ എഡ്ജ് 50 അൾട്രക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. ആൻഡ്രോയിഡ് 16ന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് വരുന്നത്. സ്റ്റേബിൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഗാലക്സിൻ്റെ Buds 4ഉം Buds 4 Proൻ്റെയും റെൻഡേഴ്സ് ലീക്ഡ് ആയിട്ടുണ്ട്. ഡിസൈനിലൊക്കെ ഇച്ചിരി മാറ്റങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. കഴിഞ്ഞ വർഷത്തെ Buds 3യും Buds 3 സീരീസിനെയും കമ്പയർ ചെയ്യുമ്പോൾ Buds 3 സീരീസ് വാസ് ആൻഡ് ജനറലി ആൻഡ് അട്ടർ ഫ്ലോപ്പ് സീരീസ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇറ്റ് വാസ് ആൻ അൾട്ടർ ഫ്ലോപ്പ്. 3 സീരീസുകളിലും അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. കാരണം കണക്ടിവിറ്റി ഇഷ്യൂ വാസ് ഡ്രാസ്റ്റിക്കലി വെരി ബാഡ് ആയിരുന്നു. പിന്നെ എനിക്ക് ഇൻ ഹാൻഡ് ഫീലിംഗ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. കിട്ടിയ ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ Buds 4ഉം Buds 4 Proൻ്റെയും റെൻഡേഴ്സ് ലീക്ഡ് ആയിട്ടുണ്ട്. പോയിട്ട് കാണാം എന്നാണ് എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത്. ഹോണറിൻ്റെ പുതിയൊരു സ്മാർട്ട് വാച്ച് ചൈനയിൽ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഹോണറിൻ്റെ 500 സീരീസിൻ്റെ കൂടെയാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് റിലീസ് ചെയ്യാൻ പോകുന്നത്. വാച്ച് X5 എന്നാണ് പേര്. 1.9 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീന്, 60 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്, പിന്നെ നമുക്ക് 14 ഡേയ്സിൻ്റെ ബാറ്ററി കിട്ടും. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ 5 ദിവസത്തെ ബാറ്ററി ലൈഫും, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓഫ് ആക്കി കഴിഞ്ഞാൽ 14 ദിവസത്തെ ബാറ്ററി ലൈഫും, 120 സ്പോർട്സ് മോഡ് ഓപ്ഷൻസും ഉണ്ട്. പിന്നെ വുമൺ ഹെൽത്ത് ട്രാക്കിംഗ് ഓപ്ഷൻസ് അടക്കം ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇത് IP68 ആണ്, NFC ഒക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇൻ ജനറലി ഒരു ടോട്ടലായിട്ടുള്ള ഒരു പാക്കേജ് വാച്ചും കൂടെയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് 2.5 കേർവ്ഡ് ഡിസ്പ്ലേയും കൂടെയാണ് വരിക. അപ്പോൾ അതായത് ഒരു 4 സൈഡിലും നമുക്ക് കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയും കൂടെ വരാൻ പോകുന്ന. ഡിസൈൻ എക്സാക്ട്ലി കാണാൻ ഒരു ഐഫോണിൻ്റെ സീരീസ് 11ന്റെ വാച്ചിൻ്റെ അതേ ലുക്ക് ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചൈനീസുകാരാണ്, കോപ്പടിക്കാണ്ട് ഒരു രക്ഷയും അവരുടെ ജീവിതത്തിലില്ല. അവർ കോപ്പടിക്കുന്ന ആശാന്മാരാണ്. അപ്പോൾ ഈ വാച്ച് കാണാൻ പോയിട്ട് മേടിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ തീർച്ചയായിട്ടും വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. UAE മാർക്കറ്റിൽ ഇറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് കുറച്ചും കൂടെ റീച്ചിലേക്ക് കിട്ടും. പിന്നെ പോരാണ്ട് കമൻറ്റും ചെയ്യുക. അപ്പോൾ റെക്കമെൻഡേഷൻസിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണം, ഒന്ന് കമൻറ്റും ചെയ്യണം. പിന്നെ പോരാത്തിന് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം. ആ ബെൽ ബട്ടനൊക്കെ ഒന്ന് അടിച്ചോണ്ട് പൊളിക്കുങ്ങൾ. ഹുവാബിയുടെ Mate X7 എന്ന് പറയുന്ന മോഡല് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യൻ മാർക്കറ്റിലല്ല ലോഞ്ച് ചെയ്യുന്നത്, നമ്മുടെ UAE മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്യുന്നത്. ഡിസംബർ 11-ാം തീയതിയാണ് അതിൻ്റെ ലോഞ്ചിങ്. ഇത് കിറിൻ്റെ പുതിയ ചിപ്സെറ്റൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 9030 Pro എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. 5525 mAh കാർബൺ സിലിക്കൺ ടെക്നോളജി ബാറ്ററി, ചാർജർ, ബോക്സിൻ്റെ ഉള്ളിൽ കവറ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
പിന്നെ ഇന്നർ സ്ക്രീൻ വരുന്നത് 8 ഇഞ്ചും ഔട്ടർ സ്ക്രീൻ വരുന്നത് 6.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. കിടുക്കാച്ചി സാധനമാണ്. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 50 മെഗാ പിക്സലിൻ്റെ പെരിസ്കോപ്പ്, പിന്നെ 40 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ, പിന്നെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ 8 മെഗാ പിക്സലാണ് വെച്ചിട്ട് ഇറങ്ങുന്നത്. പിന്നെ ബോക്സിൻ്റെ ഉള്ളിലെ ചാർജിങ് സ്പീഡ് വരുന്നത് തീർച്ചയായിട്ടും ഒരു 66 വാട്ട്സിൻ്റെ ചാർജിങ് സ്പീഡൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതും PD ആണെങ്കിൽ പിന്നെ പറയാനില്ല, വേറെ ലെവലിൽ തന്നെയാണെന്ന് എനിക്ക് നിങ്ങളോട് പറയാം. പിന്നെ ഒരു കാര്യം പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇല്ല എന്നുള്ളത് ആദ്യം തന്നെ പറയാൻ ഉള്ളത്. അതിന് പകരം നമ്മളൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഡൗൺലോഡ് ചെയ്യാം. അത് Gbox എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. ഒരു അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു ഒരു 60% നമുക്ക് ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യും. ബട്ട് 40% ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യില്ല. പിന്നെ അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ പ്ലേ സ്റ്റോറിൻ്റെ പോലെ പെട്ടെന്ന് അപ്ഡേഷൻ ഒന്നും കിട്ടില്ല, ഇച്ചിരി ടൈം എടുക്കും എന്നുള്ളത് ആദ്യം തന്നെ പറയാനുള്ളത്. റിസ്ക് സിയോസ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയിട്ട് എടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡിസൈൻസും കാര്യങ്ങളും ലീക്ഡ് ആയിട്ടുണ്ട്, പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നൂബിയയുടെ ഫോൾഡ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ചൈനയിലാണ് ലോഞ്ചിങ്. ഫസ്റ്റ് ടൈമിലാണ് അവരൊരു ഫോൾഡബിൾ സ്മാർട്ട് ഫോണിൻ്റെ ഒരു അറ്റംപ്റ്റ് ചെയ്ത്. വളരെ അപ്രീഷിയേഷൻ ഞാൻ തരുന്നു. എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ ന്യൂസ് അപ്ഡേറ്റിൽ ആദ്യമായിട്ടാണ് ഒരാൾ നൂബിയ ഫോൾഡ് ഇറങ്ങുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് സ്നാപ്ഡ്രാഗൻ്റെ 8 ഇലൈറ്റ് ചിപ്സെറ്റാണ്. പിന്നെ UFS 4.0 LPDDR5X RAM ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. കവർ സ്ക്രീൻ ആണെങ്കിൽ 6.5 ഇഞ്ചും ഇന്നർ സ്ക്രീൻ 8 ഇഞ്ചും 120 Hz റിഫ്രഷിംഗ് റേറ്റും. രണ്ടിലും റിഫ്രഷിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. കവർ സ്ക്രീനിലും ഇന്നർ സ്ക്രീനിലും 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ കവർ സ്ക്രീൻ ആണെങ്കിൽ 6.5ഉം ഇന്നർ സ്ക്രീൻ 8 ഇഞ്ചും ആണ് പറയാനുള്ളത്. പിന്നെ 6560 mAh ബാറ്ററിയാണ്. അതും കാർബൺ സിലിക്കൺ ടെക്നോളജി ബാറ്ററി വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. 55 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററും കൂടെ ബോക്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. അതും പോരാണ്ട് പിന്നെ കവറും കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്, നല്ലൊരു തീരുമാനമാണ് അവരെടുത്തത്. പിന്നെ എന്തെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ട്. പിന്നെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഇത് 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും, പിന്നെ 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും, പിന്നെ 50 മെഗാ പിക്സലിൻ്റെ നമ്മുടെ മാക്രി ക്യാമറ ഇതിൽ ഉണ്ടാവുന്നതാണ്. പിന്നെ റെയർ ക്യാമറ അല്ലാണ്ട് നമ്മുടെ ഫ്രണ്ട് സെൽഫി ക്യാമറ വരുന്നതും അതും 20 മെഗാ പിക്സലിൻ്റെ ക്യാമറ വെച്ചിട്ടാണ് ഇറങ്ങുന്നതും. സ്നാപ്ഡ്രാഗൺ 8 ഇലൈറ്റ് Gen 5 ചിപ്സെറ്റ് അല്ല, സ്നാപ്ഡ്രാഗൺ 8 ഇലൈറ്റ് ചിപ്സെറ്റ് വെച്ചിട്ടാണ് യവന്മാർ ഇതിനെ ഇറക്കാൻ പോകുന്നത്. നൂബിയയുടെ ഫോൾഡ് പോയിട്ട് കാണാം. ചൈനയിൽ പോയിട്ട് ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ eBayയിൽ പോയി കഴിഞ്ഞാൽ ഇന്റർനാഷണൽ വെർഷൻ കിട്ടും. അത് മേടിച്ചിട്ട് ട്രൈ ചെയ്യാന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. സാംസങ് അതാ ലാസ്റ്റ് ആയിട്ട് 2-ാം തീയതി, ഇന്നലെ ഡിസംബർ 2-ാം തീയതി, ഇന്നലെ നാഷണൽ ഡേൻ്റെ അന്ന് സാംസങ് ട്രൈഫോൾഡ് ഇറക്കിയിട്ടുണ്ട്. ഡിസൈൻ ഈസ് എക്സാക്ട്ലി ലൈക്ക് Z Fold 7. വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്. 350 ഗ്രാമോളം വെയിറ്റ് ആണ് കൂട്ടിയിട്ടുള്ളത്. ഞാൻ കണ്ടു ഇന്നലെ സാംസങ്ങിൻ്റെ ഷോറൂമിൽ പോയിട്ട്. നമ്മുടെ ഒരു കൊലീഗ്, സ്മാർട്ടിക്സിൻ്റെ കൊലീഗ് പറഞ്ഞു, അവൻ നമ്മുടെ സാംസങ്ങിൻ്റെ ഷോറൂമിൽ ട്രൈഫോൾഡ് ഉണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ ആദ്യം അത് വിശ്വസിച്ചില്ല. പിന്നീട് അവന് സാംസങ്ങിൻ്റെ പ്രൊമോട്ടറിനായിട്ട് സംസാരിച്ചപ്പോൾ പിന്നീട് എനിക്ക് ആകാംക്ഷയായിരുന്നു. ഞാൻ അവിടെ പോയിട്ട് ഒരു 10 മിനിറ്റോളം ഞാൻ കണ്ടു. വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം എൻ്റെ കയ്യിൽ വലിയ വലിയ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ അത്രയും തിരക്കായിരുന്നു ആൾക്കാർ അവിടെ ആ ഒരു മോഡലിനെ കാണാൻ വേണ്ടിയിട്ട്. ഇനീഷ്യൽ ഇംപ്രഷന് ഇറ്റ്സ് ഗ്രേറ്റ് അറ്റംപ്റ്റ് എന്ന് എനിക്ക് പറയാനുണ്ട്. ഡിസൈന് എക്സാക്ട്ലി സെയിം ലൈക്ക് Z Fold 6 എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബെസലൊക്കെ തിക്നെസ് കുറവാണ്. അതായത് ഏകദേശം Z Fold 7 തുറന്നു കഴിഞ്ഞാൽ Z Fold 7ൻ്റെ തിക്നെസ്സും, അടച്ചു കഴിഞ്ഞാൽ Z Fold 6ൻ്റെ തിക്നെസ്സും ആണ് വരുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇത് രണ്ടും അഡാപ്റ്റീവ് റിഫ്രഷിംഗ് റേറ്റ് ആണ്. കവർ സ്ക്രീൻ ആയാലും ഇന്നർ സ്ക്രീൻ ആയാലും രണ്ടും അഡാപ്റ്റീവ് റിഫ്രഷിംഗ് റേറ്റ് ആണ്. നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റിലേക്ക് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, അത് കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതി. ഈ ട്രൈഫോണിനെ കുറിച്ചിട്ട് പറയാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഇതിൽ പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും എന്നെ വിളിക്കാം, സാംസങ് വിരോധിന്നോ എന്തെങ്കിലുമൊക്കെ വിളിക്കാം, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഞാൻ പറയാം.
ആദ്യം പറയാനുള്ളത് എനിക്ക് ഡിസ്പ്ലേ ഇത് ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ്, LTPO ആണ്, അഡാപ്റ്റീവ് റിഫ്രഷിംഗ് റേറ്റ് ആണ് 1 Hz to 120 ചെയ്യാം. രണ്ട് നല്ല കാര്യമാണ്, രണ്ടിലും ചെയ്യാം. കവർ സ്ക്രീനിലായാലും ഇന്നർ സ്ക്രീനും ചെയ്യാം. കവർ സ്ക്രീൻ വരുന്നത് 6.5 ഇഞ്ചും ഇന്നർ സ്ക്രീൻ വരുന്നത് 10 ഇഞ്ചുമാണ് വരുന്നത്. ആസ്പെക്ട് സ്ക്രീൻ ടു ബോഡി റേഷ്യോ 8.5 ഇഞ്ച് സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് വരുന്നത്. പിന്നെ ബാറ്ററി കൂട്ടിയിട്ടുണ്ട്, 5600 mAh ആണ്. 6000 mAh അല്ല, 5600 mAh ആണ് ഉള്ളത്. അത് നല്ലൊരു തീരുമാനമാണ്, എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു തീരുമാനമാണ്. കാരണം ഇതേപോലത്തെ ട്രൈഫോൾഡ് ഫോണുകൾക്ക് തീർച്ചയായിട്ടും വേണ്ട വലിയ ബാറ്ററി ബാക്കപ്പ് ആണ്. 5000 mAh അതുക്കും മേലെയുള്ള ബാറ്ററി വേണം. അപ്പോൾ സാംസങ് ഈ ഒരു കാര്യത്തിൽ നല്ലൊരു തീരുമാനം എടുത്ത് 5600 mAh ബാറ്ററി, പിന്നെ 45 വാട്ട്സിന്റെ ചാർജർ ബോക്സിന്റെ ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. അത് വളരെ സന്തോഷപ്പെട്ട ഒരു കാര്യം. പിന്നെ പോരാത്തിന് അവർ കവറും കൊടുക്കുന്നുണ്ട്. വിലയാണെങ്കിൽ 13,000 dirhams ആണ് ഇതിന്റെ വില. പിന്നെ എന്തോ വിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ HDR10 വർക്ക് ചെയ്യും, HDR10+ ഒക്കെ വർക്ക് ചെയ്യും. അതൊരു നല്ലൊരു തീരുമാനമാണ്. നേരത്തിലാകെ HDR10 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ Z Fold 7. ഇപ്രാവശ്യം Z ട്രൈഫോൾഡിൽ HDR10ഉം HDR10+ഉം വർക്ക് ചെയ്യും. അത് നല്ലൊരു തീരുമാനമാണ്. പിന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്. പിന്നെ ഒരു 4 സ്ക്രീന് ഉള്ള പോലെ എനിക്ക് തോന്നി. മറ്റേ നമ്മൾ ഹുവാവിൻ്റെ Mate X T നമുക്ക് നോക്കുമ്പോൾ ഒരു 3 സ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ എനിക്കിതിൽ കണ്ടിട്ട് ഒരു 4 സ്ക്രീനായിട്ട് എനിക്ക് പേഴ്സണലി ആയിട്ട് ഫീൽ ചെയ്തു. ഞാൻ നേരിട്ട് കണ്ടുകൊണ്ട് എനിക്ക് അതൊരു 4 സ്ക്രീനായിട്ട് തുറന്നു നോക്കുമ്പോൾ ഇത്ര വലിപ്പമുണ്ട് സാധനം, ഒരു രക്ഷയല്ല. ഞാൻ HDR10+ന്റെ വീഡിയോ ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ എക്സാക്ട്ലി ഒരു TV, നല്ല കളർ കോൺട്രാസ്റ്റും വൈബ്രൻസിയും കാര്യങ്ങളും ഒക്കെ അവർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഫീലിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. HDR10+ വീഡിയോ ആണ് പ്ലേ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അത് ഞാൻ ലാസ്റ്റിലേക്ക് പറയാം. പിന്നെ ഇതിന്റെ പ്രോസസ്സർ സ്നാപ്ഡ്രാഗന്റെ 80 Lite ചിപ്സെറ്റ് ആണ്, 16 GB RAM ആണ്, UFS 4.0, LPDDR5X ആണ് വന്നത്. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ഇവരിത് ഇത്രയും നേരത്തെ ഇറക്കി എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇത് 2026 ഒരു പകുതിയിൽ ഇറക്കുന്നുണ്ടെങ്കിൽ ഒരു ഹൈപ്നെസ് കിട്ടിയായിരുന്നു. ആദ്യത്തെ ഒന്ന്. രണ്ടാമത്തെ ഇവര് ചിപ്സെറ്റ് ഇറക്കിയത് പോരാ. കാരണം സ്നാപ്ഡ്രാഗൺ 80 Lite Gen 5 ഇറക്കേണ്ട സ്ഥലത്ത് ഇവർ കൊണ്ടുപോയിട്ട് സ്നാപ്ഡ്രാഗൺ 80 Lite ചിപ്സെറ്റ് ഇറക്കി. അത് വളരെ മോശപ്പെട്ട ഒരു സംഭവമാണ്. പിന്നെ UFS സിസ്റ്റം 4.0, അതിന് പകരം ഇവർ ഇതൊരു 4.1 ആക്കിയായിരുന്നു എന്നുണ്ടെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫറിങ് സ്പീഡ് ഇച്ചിരിയും കൂടെ ഫാസ്റ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഡിസൈനൊക്കെ വിട്, ഓക്കെ, ദാറ്റ്സ് അപ് ടു യു. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുന്നു. ഡിസൈൻ്റെ കാര്യത്തിൽ ഞാൻ സാക്രിഫൈസ് ചെയ്യണില്ല. പക്ഷെ ആ ഒരു പ്രൈസിന് ഇതൊരു ജസ്റ്റിഫിക്കേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13,000 dirhamsന് ജസ്റ്റിഫിക്കേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. 13,000 രൂപ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് പ്രോസസ്സറും കുറവ് UFSഉം കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കാണ്. പിന്നെ ക്യാമറ വിട്ടുപോയിട്ടോ. ക്യാമറയുടെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞുതരാം. ക്യാമറ 200 മെഗാപിക്സലിന്റെ സെയിം സെൻസറാണ് യൂസ് ചെയ്യുന്നത് ട്രൈഫോൾഡിന്. പിന്നെ ഒരു 12 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിളും പിന്നെ ഒരു 10 മെഗാപിക്സലിന്റെ പെരിസ്കോപ്പും വരുന്നുണ്ട്. ആ പെരിസ്കോപ്പിൽ 3x നമുക്ക് ഒപ്റ്റിക്കൽ സൂം ആയിട്ടും ഇതിലും ചെയ്യാൻ പറ്റും. S25 അൾട്രയിലുള്ള സെയിം ക്യാമറ സെൻസർ, Z Fold 7ലുള്ള സെയിം ക്യാമറ സെൻസറാണ് ഈ ട്രൈഫോൾഡ് സീരീസിനും യവന്മാർ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതാണ് ഞാൻ പറയാൻ വിട്ടുപോയത്. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇത് ലാസ്റ്റ് പറഞ്ഞതിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ 2 പോയിന്റുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വാല്യൂ ഫോർ മണി എന്നുള്ളത് അല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റിൽ അടിയിൽ ഒന്ന് രേഖപ്പെടുത്താം. പിന്നെ ഒരു റിമൈൻഡർ തരാണ്, ഒന്ന് പോയിട്ട് ലൈക്ക് ചെയ്യും. ഓക്കെ ഗൈസ്, അടുത്ത ന്യൂസ് അപ്ഡേറ്റ് നമുക്ക് പണി തരാൻ പോവാണ്. ഇന്ത്യൻ യൂസേഴ്സിനാണ് പണി തരാൻ പോകുന്നത്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ IT സൊല്യൂഷൻ വിഭാഗം തന്ന ഒരു പുതിയൊരു ആധാറിന്റെ 8 ലെവൽ പണിയാണ് നമുക്ക് തരാൻ പോകുന്നത്. ഇന്ത്യയിൽ ഒരു ആപ്ലിക്കേഷൻ വരാൻ പോകുന്നുണ്ട്. എന്താണ്, സഞ്ചാർ സതി എന്നാണ് പേരാണ് ആപ്ലിക്കേഷന്റെ പേര്. ആ ആപ്ലിക്കേഷന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം.
അത് ഗവൺമെൻറ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷനിൽ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ, ഫോട്ടോസ്, ഇമേജസ് എല്ലാം അലൗ ചെയ്യണം. ആദ്യത്തെ അതൊന്ന്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിള് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും വേണ്ട എന്നുള്ളത്. പക്ഷെ ആപ്ലിക്കേഷനിൽ പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്യണം എന്നുള്ളത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണുകൾ നമ്മൾക്ക് അതിലേക്ക് നമ്മുടെ ഫോണിൻ്റെ IMEI നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാം. നമുക്കൊരു 14 ഡിജിറ്റ് 16 ഡിജിറ്റുള്ള IMEI രജിസ്റ്റർ ചെയ്ത് നമ്മളെ ഫോണ് കാണാണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് ആ ഫോണ് പൊക്കുമെന്നാണ് പറയണത്. അപ്പോൾ ഇത് ഇന്ത്യൻ യൂസേഴ്സിന് മാത്രമുള്ള ഒരു അപ്ഡേറ്റ് ആണ് പറയാനുള്ളത്. കേട്ടില്ല, മനസ്സിലായില്ല? അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക ആദ്യം. രണ്ടാമത്തെ എല്ലാവർക്കും അവയർനെസ് കൊടുക്കുക. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ UAE നിന്ന് മേടിച്ച ഫോണാണ് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ മേടിച്ച ഫോണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ നിർബന്ധമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, യൂസ് ചെയ്യുക. പിന്നെ അപ്പോൾ അതിൽ IMEI ഫോട്ടോ, ഇമേജ് കാര്യങ്ങളെല്ലാം അവർ ട്രാക്ക് ചെയ്യും. നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് ഒക്കെ അവർ അതിൽ ട്രാക്ക് ചെയ്യും. അവർ അതിനുള്ള പെർമിഷൻസ് ഒക്കെ ചോദിക്കും. നമ്മൾ അതൊക്കെ അലൗ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റാബേസ് ഇന്ത്യൻ ഗവൺമെന്റിലേക്ക് പോകും. ഈ സഞ്ചാർ സതി എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ്റെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോൺ കാണാണ്ടായി കഴിഞ്ഞാൽ ഇത് പൊക്കുന്നതാണ്. ഓക്കെ, പിന്നെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഇതിൽ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടുത്ത വർഷം മുതൽ ഇന്ത്യൻ സെഗ്മെന്റിലുള്ള ഫോണുകൾ, എല്ലാ കമ്പനികളുടെ ഫോണുകളിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് ബിൽട്ടിൻ ആയിട്ട് വരാൻ പോവുകയാണ്. ഇത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. ഇന്ത്യൻ റീജിയൻ ഉള്ള ഫോണുകൾ ഇട്ടാ UAE റീജിയനിൽ വരുന്ന ഫോണുകളാണെങ്കിൽ നിങ്ങൾക്കിത് അൺഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ദുബായിൽ വന്നിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും അത് അൺഇൻസ്റ്റാൾ ആവും. പക്ഷെ ഇന്ത്യൻ റീജിയനിൽ നിങ്ങൾ ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഇനി ആ ഫോണായിട്ട് നിങ്ങൾ ദുബായിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ആപ്ലിക്കേഷന് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു മുട്ടൻ പരിപാടിയായിട്ടാണ് യവന്മാർ ഇന്ത്യൻ IT നരേന്ദ്രമോദിയുടെ ടീം വന്നിട്ടുള്ളത്. ഈ ഒരു അവയർനെസ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. വേറൊരു അടുത്തൊരു പണി വരാൻ പോകുന്നുണ്ട്. അത് വരാൻ പോകുന്നുണ്ട്. ഒന്ന് കാണാം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അല്ലാ, നമ്മളെ അടുത്ത മുട്ടൻ പണി ഇന്ത്യൻ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റിനൊക്കെ സിം ബൈഡിങ് കൊണ്ടുവരാൻ പോവുകയാണ്. ഫെബ്രുവരി 28 അടുത്ത വർഷം 2026 അത് പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. സിം ബൈഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ തരാം നിങ്ങൾക്ക്. ഇപ്പം നമ്മൾ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നത് നമ്മളൊരു ബാങ്കിനായിട്ട് ലിങ്കേജ് ചെയ്തിട്ടാണ് നമ്മൾ ഗൂഗിൾ പേ യൂസ് ചെയ്യുക. നമ്മുടെ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ അതിൽ ആഡ് ചെയ്യും. അത് പോരാണ്ട് നമ്മുടെ മൊബൈലൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ലിങ്ക് ചെയ്യുക. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിം കാർഡ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിൾ പേ വർക്ക് ചെയ്യില്ല. അതാണ് അതിൻ്റെ സിസ്റ്റം. അതിനാണ് നമ്മളൊരു സിം ബൈഡിങ് എന്ന് പറയാം. അതൊരു ഉദാഹരണം തന്ന ഇത് സെയിം സംഭവം തന്നെയാണ് ഇനി വാട്സാപ്പിൽ വരാൻ പോകുന്നത്. അതായത് നമ്മുടെ വാട്സാപ്പിൽ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോണുകളിൽ സിം കാർഡ് നിർബന്ധമായിട്ട് മാൻഡേറ്ററി ആയിട്ട് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സിം കാർഡ് ഊരിയിട്ട് വാട്സാപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 6 മണിക്കൂർ സമയം തരും. ആ 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആള് ലോഗൗട്ടാണ്. ഇത് വാട്സാപ്പിന് മാത്രമല്ല, ഇത് വാട്സാപ്പിന്, ടെലിഗ്രാമിന്, പിന്നെ അതേപോലെ സ്നാപ്ചാറ്റിന് ഇതൊക്കെ ഇത് വർക്ക് ചെയ്യാൻ പോണ്. ഫെബ്രുവരി 28 അത് പ്രാബല്യത്തിൽ ഇന്ത്യൻ റീജിയനിൽ അത് വരാൻ പോവുക. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇന്ത്യൻ യൂസേഴ്സിനാണ് ഉള്ളത്. പിന്നെ അതേപോലെ നമ്മൾ ഈ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ വാട്സാപ്പൊക്കെ ലിങ്ക് ചെയ്യുമല്ലോ, എന്നിട്ട് ഡാറ്റ യൂസ് ചെയ്യൂലേ, അതിനും നമുക്ക് നിർബന്ധമായിട്ടും നമ്മളെ കയ്യിൽ ഫിസിക്കൽ സിം ഉണ്ടാവണം. നമ്മുടെ സെക്കൻഡറി ഫോണുകളിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി ഫോണുകളിലോ സിം കാർഡ് ഇവിടെ ഉണ്ടായിരിക്കണം. പിന്നെ ഇന്ത്യൻ യൂസേഴ്സിനും എൻ്റെ പോലത്തെ ആൾക്കാർക്കും ഇവിടെ പറയാനുള്ള ഒരു അപ്ഡേറ്റും കൂടെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. എല്ലാ മലയാളി ഗ്രൂപ്പുകളും ഹിന്ദിക്കാർക്കോ പട്ടാണിയല്ല നിങ്ങളറിയുന്ന സർക്കിളിലുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ നിർബന്ധമായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ സിം നിങ്ങളുടെ കയ്യിൽ ഫോണുകളിൽ ഉണ്ടായിരിക്കണം. അതും ഇന്ത്യൻ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വേണം. പിന്നെ
നിങ്ങൾ ഇപ്പോൾ ഇവിടെ വിസിറ്റിങ്ങിന് വരികയാണ്, ദുബായിലേക്കോ അല്ലെങ്കിൽ ഖത്തറിലേക്കോ കുവൈത്തിലേക്കോ ഏതോ രാജ്യത്താണോ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആ ഫിസിക്കൽ സിം നിങ്ങൾ കയ്യിൽ കരുതിയിട്ട് ഫോണിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോവുക. അതല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ വാട്സാപ്പ് ലോഗൗട്ട്. അപ്പോൾ പറഞ്ഞത് മനസ്സിലായില്ല. അപ്പോൾ നിർബന്ധമായിട്ടും ഫോണിൻ്റെ ഉള്ളിൽ ഫിസിക്കൽ സിം നിർബന്ധമായിട്ടും വേണം. അതല്ല നിങ്ങൾ ഫിസിക്കൽ സിം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐഫോണോ അല്ലെങ്കിൽ സാംസങ്ങോ അല്ലെങ്കിൽ ഈ സിം സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഫോണുകളിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ ഈ സിം കൺവേർട്ട് ചെയ്തിട്ട് വാട്സാപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ ലോഗൗട്ടിൻ്റെ ഓപ്ഷൻസ് വരില്ല. ഇതൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ഐഡിയ പറഞ്ഞതെന്ന്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളെ കയ്യിൽ ഐഫോൺ ഉണ്ട് അല്ലെങ്കിൽ സാംസങ് ഉണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ ഈ സിം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിസിക്കൽ സിമ്മിനെ കൺവേർട്ട് ചെയ്തിട്ട് അത് ഈ സിം ആക്കുക. എന്നിട്ട് ആ സിം കാർഡ് ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് വാട്സാപ്പ് യൂസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ സിം നാട്ടിലും നിങ്ങൾ ഇവിടെയാണെങ്കിൽ സാധനം ഇവർ ലോഗൗട്ട് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ആ വാട്സാപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ സിം കാർഡ് ഫോണിൽ ഇട്ടാൽ മാത്രമേ വർക്ക് ചെയ്യൂ. ഇത് പ്രാബല്യത്തിൽ ഫെബ്രുവരി 28 2026 ഇത് ഇറങ്ങാൻ പോവുകയാണ്. ഇതൊരു വലിയ 8ന്റെ പണിയാണ് ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കുന്നത്. ഇത് ആരുടെ തലയാണോ ഉദിച്ചെന്നുള്ളത് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. അങ്ങനെ തല ഉണ്ടല്ലോ വേറെ ലെവല് തന്നെ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക, ഷെയർ ചെയ്യുക എല്ലാവർക്കും. അല്ലാണ്ട് അത് സ്കിപ്പ് ചെയ്ത് പോരുത് കേട്ടോ. അപ്പം എൻ്റെ ഇന്ത്യൻ വാട്സാപ്പ് നമ്പർ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം. പിന്നെ പോരാടോ ഒന്ന് ലൈക്ക് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റ് ഞാൻ പറയാൻ പോകുന്നത് സോണിയുടെ ക്യാമറ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു കിഡിലോൾസ്കി സാധനമാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എനിക്കൊരു വലിയൊരു ഹൈ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല ഈ ഒരു ക്യാമറനെ കുറിച്ചിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് A7 IV എന്ന് പറയുന്ന മുന്നത്തെ ക്യാമറയിൽ നിന്നും ഒരു മൈനർ ഡിഫറൻസ് വെച്ചിട്ടാണ് ഈ ഒരു ക്യാമറ ഇറക്കിയിട്ടുള്ളത്. A7 V ഡിസംബർ 2 ഇന്നലെയാണ് ഇറങ്ങിയത്. ഇവിടെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ, നമ്മുടെ UAE നാഷണൽ ഡേൻ്റെ അന്ന് ഇൻഡിപെൻഡൻസ് ഡേ എന്നൊക്കെ പറയണത്, നാഷണൽ ഡേൻ്റെ അന്നാണ് യവന ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കണം. ഇതിൻ്റെ സ്പെക്കിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ആദ്യം പറയാനുള്ളത് ഇത് സെയിം സെൻസറാണ്. സോണി A7 IV അതേ സെൻസറാണ് A7 V കൊടുത്തിട്ടുള്ളത്. പിന്നെ A7 C2 ഇതേ സെയിം സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. 33 MP സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സെൻസർ കുറച്ചും കൂടെ ഇംപ്രൂവ്മെന്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ സോണിയുടെ ബയോണിക് XR2 സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ലൈഫ് നല്ല ഇമ്പ്രൂവ്മെന്റ് ചെയ്തിട്ടുണ്ട്. 750 ഷോർട്സ് ഫോട്ടോസ് ഒക്കെ അവർ എടുത്തിട്ട് ഇമ്പ്രൂവ്മെന്റ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ഇമ്പ്രൂവ്മെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിയൽ ടൈം ഓട്ടോ ഫോക്കസ് ഒക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഈ റിയൽ ടൈം ഓട്ടോ ഫോക്കസിൽ നമ്മുടെ ഹ്യൂമൻ, പിന്നെ ആനിമൽ, ബേർഡ്, ട്രെയിന്, പിന്നെ പ്ലെയിന്, അങ്ങനത്തെ ഓട്ടോ ഫോക്കസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഓട്ടോ ഫോക്കസിലാണെങ്കിൽ ഇമ്പ്രൂവ്മെന്റും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആനിമല്, പിന്നെ ഹ്യൂമൻ, പിന്നെ ഇൻസെക്റ്റ് ഡിറ്റക്ഷൻസും കാര്യങ്ങളും അവരതൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ വരെ ഈ സെയിം സിസ്റ്റം അവർ കൊടുത്തിട്ടുണ്ട് എന്നാണ് അവർ പറയണത്. പിന്നെ നമുക്കിത് 4K 60 FPS നമുക്ക് വീഡിയോ റെക്കോർഡിങ് ചെയ്യാം. പിന്നെ 7K ഓവർ സാമ്പിളിങ് വീഡിയോ എടുക്കാം. 4K 120 FPS നമുക്ക് എന്താ പറയുക, അത് ക്രോപ്പ് മോഡിലേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് 7.5 സ്റ്റെബിലൈസേഷൻ ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതായത് നമ്മുടെ ഈ ND ഫിൽറ്റേഴ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഹാൻഡ് ഹെൽഡ് ഷൂട്ടിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് 7.5 ആക്സിസ് വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റാണ് ചെയ്ത്. കഴിഞ്ഞ വർഷത്തെ A7 IV വെച്ച് നോക്കുമ്പോൾ ഒരു ഇച്ചിരി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. A7 IV 6.5 ആക്സിസ് സ്റ്റെബിലൈസർ ആണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം A7 V 7.5 ആക്സിസ് സ്റ്റെബിലൈസർ ആണ് വരുന്നത്. പിന്നെ 3.2 ഇഞ്ചിന്റെ LCD, 3.6 മില്യൺ ഡോട്ട്സിന്റെ OLED സ്ക്രീനാണ്. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇതിൽ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്ക്രീനാണ്. അതൊന്ന് 4 വേയിൽ നമുക്ക് സ്ക്രീനെ ടിൽറ്റ് ചെയ്യാം എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതേപോലെ ബാറ്ററി ലൈഫ് അവർ കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവരുടെ S-Log, സിനിമാറ്റിക് മോഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, LUT, ഈ കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ ISO റേഞ്ച് വരുമ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ് അവർ ചെയ്ത്. ISO ഒരു 100 തൊട്ടിട്ട്
2,04,800 ISO റേഞ്ചാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഗാ പിക്സൽ അവർ കുറച്ചു, 33 മെഗാ പിക്സലാണ്. A7R M5 വരുന്നത് 61 മെഗാ പിക്സലിലെ ക്യാമറ. കാരണം അതിൽ അവർ വീഡിയോ പ്രിഫറൻസ് അല്ല അവർ അതിൽ കൊടുത്തിട്ടുള്ളത്. അതിലവർ മെയിനായിട്ട് ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രിഫറൻസ് കൊടുത്തിട്ടുള്ളത്. ഈ A7 വരുമ്പോൾ ഇവരിതിൽ പ്രിഫറൻസ് രണ്ടിനും കൊടുത്തിട്ടുണ്ട്. ഹൈബ്രിഡ് അത്, ഒന്ന് ഫോട്ടോഗ്രാഫിക്കും പിന്നെ ഒന്ന് വീഡിയോഗ്രാഫിക്കും ആണ്. അതുകൊണ്ടാണ് ഇവരിതിന് മെഗാ പിക്സൽ കുറച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല. പിന്നെ എന്തെങ്കിലും ഞാൻ വിട്ടുപോയോ? എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഇതിൽ പ്രീ ഷൂട്ട് ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ലൈക്ക് ഒരു 1 സെക്കൻഡിൽ നമുക്ക് പ്രീ ഷൂട്ട് ചെയ്യാം. അതായത് നമ്മൾ ഹാഫ് ഷട്ടർ ബട്ടൺ നിൽക്കുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപ്ചർ ചെയ്യും. ഇത് സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ നമുക്ക് ലൈക്ക് പകുതി നെക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഷോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഷോട്ട് ചെയ്യും. എന്നിട്ട് പിന്നെ നമുക്ക് നിർത്താം. അപ്പോൾ ഫസ്റ്റിൽ എന്താ നടന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റിൽ കാണാം. ഇപ്പോൾ ആ ഫസ്റ്റിലാണ് ഏറ്റവും നല്ലൊരു മൊമെന്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് നേരെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇടാം, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക, ഫേമസ് ആവുക. ചിലപ്പോൾ ഫസ്റ്റിലോ അല്ലെങ്കിൽ ലാസ്റ്റിലോ ആയിരിക്കും നിങ്ങളെ ഷോട്ട് ഏറ്റവും ബെസ്റ്റ് ആവുക. അപ്പോൾ ആ ഒരു ഓപ്ഷൻ പ്രീ ഷൂട്ടിങ് ഇവരിതിൽ കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ യവന്മാരിതിൽ ഓപ്പൺ ഗേറ്റ് എന്ന് പറഞ്ഞ സാധനം അവർ കൊടുത്തിട്ടില്ല, അതൊന്ന്. പിന്നെ 2 Type-C പോർട്ടുകൾ വരുന്നുണ്ട്, HDMI പോർട്ട് വരുന്നുണ്ട്, പിന്നെ 2 SD കാർഡ്സ് സ്ലോട്ട് ഇടാം, ഒരു CF Express A കാർഡ് ഇടാം, ഒരു SD കാർഡും ഇടാം. അത് നല്ലൊരു തീരുമാനമാണ്. പിന്നെ നമ്മുടെ ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ് വരുന്നത് ഫേസ് ഇട്ട F അല്ല PHAC, അത് ഒരു 759 കവർ ചെയ്യും. പിന്നെ കോൺട്രാസ്റ്റ് ആണെങ്കിൽ ഒരു 459 കോൺട്രാസ്റ്റും കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ബ്ലാക്ക് ഔട്ട് ഫ്രീ ആണ്, നല്ലൊരു കാര്യം. അപ്പം ജനറലായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യമനൊരു പുലിയാണ് ആള്. അപ്പം നമുക്കിതൊരു എന്താ പറയുക, ഇലക്ട്രോണിക് ഷട്ടർ ഞാൻ പറയാൻ വിട്ടുപോയി. യെസ്, ഇലക്ട്രോണിക് ഷട്ടറും മെക്കാനിക്കലും ഷൂട്ട് ചെയ്യാം. നമുക്ക് മെക്കാനിക്കലി നമുക്കൊരു 10 FPS ഷൂട്ട് ചെയ്യാം, ഇലക്ട്രോണിക് നമുക്ക് 30 FPS ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മളൊരു വൈൽഡ് ലൈഫൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു A7 വെച്ചിട്ട് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് 30 FPS ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇലക്ട്രോണിക് മെക്കാനിക്കൽ ഷട്ടറിൽ ഷൂട്ട് ചെയ്യാം. 10 FPS ആണെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ അത് മെക്കാനിക്കലിലും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം അതാണ്. അപ്പം അതും കൂടെ ഞാൻ നിങ്ങളെ മുന്നിൽ പറഞ്ഞു. അപ്പം ഇതൊരു ഇൻ ജനറലായിട്ട് ഇതൊരു എന്താ പറയുക, ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്കും ഒരു വൈൽഡ് ലൈഫ് വീഡിയോഗ്രാഫിയിലേക്കും അതല്ലെങ്കിൽ ഒരു കല്യാണത്തിനും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ക്യാമറയാണ് ഈ A7 എന്നുള്ളത്. പിന്നെ ഡൈനാമിക് റേഞ്ചും പറയാൻ വിട്ടുപോയിട്ടോ, അതൊരു വലിയൊരു കാര്യമാണ്. അത് എന്തുകൊണ്ട് വിട്ടുപോയി എന്നുള്ളതാണ് എനിക്ക് സംശയം തോന്നിയത്. ചിലപ്പോൾ എൻ്റെ ബ്രെയിന് ചില സമയത്ത് വർക്ക് ചെയ്യാൻ ഒരു ഡിലേ ആയതുകൊണ്ടായിരിക്കാം. ഡൈനാമിക് റേഞ്ച് യവന്മാർ ഇതിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് പറയാൻ വിട്ടുപോയി. 16 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ചാണ് ഇതിൽ ചെയ്യാൻ പറ്റുക. അത് നല്ലൊരു കാര്യമാണ്. ഇത് A7S3 ടോപ്പ് ക്യാമറയാണ്. കാരണം A7S3 അവർ യൂസ് ചെയ്ത 13 മെഗാ പിക്സലിലെ ക്യാമറയാണ്. നിലവിലെ ഏറ്റവും ഹയസ്റ്റ് ഡൈനാമിക് റേഞ്ചുള്ള ക്യാമറയായിരുന്നു A7S3 FX3. അതിനെക്കാട്ടിയും ഹൈ സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ച് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ISO വരുന്നതും 100 തൊട്ടിട്ട് 2,04,800 ISO വരെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. എക്സ്ട്രീം ലോ ലൈറ്റ് കണ്ടീഷൻസിൽ പോലും A7 16 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ചിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇൻ ജനറൽ ആയിട്ട് പറയുന്ന ഒരു കാര്യം, വീഡിയോ എടുക്കുന്ന ഒരാൾക്കാരുണ്ടെങ്കിലുണ്ടല്ലോ, വീഡിയോ ഫോട്ടോ രണ്ടും കൂടെ ഹൈബ്രിഡ് രീതികളിൽ എടുക്കുക എന്നുണ്ടെങ്കിലില്ല, ഞാൻ സത്യം പറയാലോ, ഈ ഒരു ക്യാമറ ഇറ്റ്സ് സംതിങ് ഔട്ട് ഓഫ് ദ ബോക്സ് ക്യാമറ. ഓപ്പൺ ഗേറ്റ് ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ ഓപ്പൺ ഗേറ്റ് അറിയില്ല, ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. പിന്നെ ഈ ഒരു ലെൻസിൽ ഈ ഒരു ക്യാമറ, ലെൻസ് എന്നാ പറയണത്, ഈ ഒരു ക്യാമറയിൽ നമുക്ക് അനമോർഫിക് ലെൻസ് വർക്ക് ചെയ്യില്ല. കാരണം ഓപ്പൺ ഗേറ്റ് ഇല്ലാത്തതുകൊണ്ട് അനമോർഫിക് വർക്ക് ചെയ്യില്ല. അതല്ല, സോണിയുടെ മൗണ്ട്, സിഗ്മയുടെ മൗണ്ട്, കനോണിൻ്റെ മൗണ്ട്, വിൽട്രോക്സ്, പിന്നെ നിക്കോണിൻ്റെ മൗണ്ട്, ഫ്യൂജി ഫിലിമിൻ്റെ മൗണ്ടൊക്കെ ഇതിൽ വർക്ക് ചെയ്യും. പിന്നെ ആക്സിസ് സ്റ്റെബിലൈസറിലേക്ക് വരുമ്പോൾ അതൊരു വലിയൊരു കാര്യം. കാരണം അത് 7.5
7.5 സ്റ്റോപ്പ് ആക്സിസ് സ്റ്റെബിലൈസർ ആണല്ലോ വരുന്നത്. അപ്പോൾ നിങ്ങൾ സോണിയുടെ ലെൻസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ജി മാസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ 7.5 വരെ വർക്ക് ചെയ്യും. അതല്ല നിങ്ങൾ കാനോണോ, നിക്കോണോ, ഫ്യൂജിയോ, ടാമറോണോ, സിഗ്മാണോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ആക്സിസിൻ്റെ സ്റ്റെബിലൈസർ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഗിംബിൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 3 ആക്സിസിൻ്റെ സ്റ്റെബിലൈസർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ A75ൻ്റെ. കാരണം ഇൻ ഹാൻഡ് ഫീലിംഗ് എൻ്റെ കയ്യിൽ കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല മക്കളെ. നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതൊരൊറ്റ സ്ട്രെച്ചിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മേടിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ റിക്വയർമെൻ്റ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുണ്ട്, നിങ്ങളെ മൈൻഡ് സെറ്റിലുണ്ടെങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇതിൽ പറയാനുള്ളത്, ഒന്ന് 16 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ച്, 2 ഇതിൻ്റെ റിയൽ ടൈം ഓട്ടോ ഫോക്കസ് വീഡിയോയിലും ഫോട്ടോയിലും, പിന്നെ 3ാമത് സ്ക്രീന് 4-വേ ഡയറക്ഷനിൽ നമുക്ക് ഇതിൻ്റെ സ്ക്രീന് ചേഞ്ച് ചെയ്യാം. പിന്നെ പ്രീ ഷൂട്ടിങ് അത് ഒരു രക്ഷയില്ല, 1 സെക്കൻഡ് വരെ നമുക്ക് പ്രീ ഷൂട്ട് ചെയ്യാം. അതും അല്ലാണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ലോസ്ലെസ് ആയിട്ട് നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. കാരണം അതൊക്കെ എൻ്റെ കയ്യിൽ ഇൻ ഹാൻഡ് ഇല്ലാത്തതുകൊണ്ട് എനിക്കിതൊക്കെ പറഞ്ഞേ പറ്റൂ. പക്ഷെ ഇൻ ഹാൻഡ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൻ വേറെ ലെവൽ തന്നെയാണ്. കാരണം സോണിയുടെ ബാറ്ററി ലൈഫ് ഒരു രക്ഷയില്ല, ഓട്ടോ ഫോക്കസ് ഒരു രക്ഷയില്ല. പിന്നെ ജി മാസ്റ്റർ ലെൻസിൽ യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വേറെ ലെവൽ സാധനം തന്നെയാണ്. യാതൊരു രീതിയിലും എന്നൊരു തർക്കം വേണ്ട. അപ്പോൾ ഇത് ഒരു കോമ്പറ്റീഷനാണ്. ആർക്ക്? സോണിയുടെ ZR-ന് ഒരു കോമ്പറ്റീഷനാണ്. പക്ഷെ ZR-നായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു അപ്പർ ഹാൻഡ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൈനാമിക് റേഞ്ചിലാണ്. പിന്നെ ഓട്ടോ ഫോക്കസിൽ. ബാക്കി അവരുടെ റെഡ് റോ, ആ റോ, ഈ റോ ഒക്കെ നോക്കുമ്പോൾ അവർ വേറെ തന്നെയാണ്. പിന്നെ പ്രൈസും കുറവാണ്. ഇതൊരു അപ്രോക്സിമേറ്റ്ലി ഒരു 13-15 ഉള്ളിൽ വരാനാണ് സാധ്യത. അപ്പോൾ ഇത് ഡിസംബർ 2-ാം തീയതിയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. കുറേ ആൾക്കാരെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്ഡേറ്റ് കിട്ടാൻ ഇച്ചിരി ഡിലേ ആയിപ്പോയി, കാരണം ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയർ ചെയ്യുക. അതുവരേക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.